നിനക്ക് വല്ല വയറരിച്ചിട്ടുണ്ടോ? നീ എന്തിനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് 20 സഞ്ചാരം കൊള്ളുന്നേ? സുഭാഷ് എന്നൊന്നും മനസ്സിലാവാത്ത പോലെ സംസാരിക്കുന്നത്. അവൻ പോയിട്ട് എത്ര നേരമായി? ഇതുവരെ വന്നാ ഇല്ലല്ലോ. എടാ, അവൻ വരുമ്പോ വരട്ടെന്ന്. അത് നീ ഇങ്ങനെ കിടന്ന് ഓടിട്ടെന്താ കാര്യം? സുധീഷേട്ടൻ ഇന്ന് തന്നെ കല്യാണം നടത്തണം, അതാണ് ഈ ടെൻഷൻ. എടാ, അവരങ്ങനെ ഒരു തീരുമാനമായിട്ട് വന്നാൽ നമുക്ക് നടത്തി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? എന്തെല്ലാം നോക്കണം, അമ്പലം ശരിയാക്കണം, താലി ശരിയാക്കണം, അങ്ങനെ എന്തൊക്കെ പണികളാണ്. പിന്നെ നിന്ന നിപ്പിലെ കല്യാണം നടത്താൻ സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളാണല്ലോ. അവര് സംസാരിച്ച് തീരുമാനമെടുത്ത് തിരിച്ചു വരും. അതുവരെ കാത്തിരിക്കാൻ നോക്കാതെ. അതല്ല, പോയത് അവനും അവളും തനിച്ചാണല്ലോ. എങ്ങാനും അവളുടെ ആങ്ങളെയും കൂട്ടുകാരും അവനെ കണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായി കാണോന്നൊരു പേടി. അയ്യോ, അത് ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിലേ ഹരീഷേട്ടൻ ഒറ്റയ്ക്ക് പിടിച്ചേക്കാൻ പറ്റുമോ? അവരെത്ര ആളുണ്ടെന്ന് അറിയില്ലല്ലോ. അല്ല, ഇനിയിപ്പോ അവനെന്തെങ്കിലും ചെയ്ത് അവര് അവളെയും കൊണ്ട് പോയി കാണോ? മതി, നിർത്ത്. വെറുതെ മനുഷ്യന് ടെൻഷൻ എടുപ്പിക്കില്ലേ. എടാ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ആദ്യം നമ്മളെ ഫോൺ വിളിച്ച് പറയും. അപ്പൊ നോക്കാം. തൽക്കാലം എല്ലാരും ക്ഷമയോടെ ഇരിക്കെ. അവര് വരട്ടെ. കല്യാണം എന്നാണ് അവരുടെ തീരുമാനമെങ്കിൽ അപ്പൊ നോക്കാം. അത് നമുക്ക് നടത്തി കൊടുക്കാം. ഞാൻ ചത്തുപോയിന്ന് വിചാരിച്ചോളാന്നല്ല അമ്മ പറഞ്ഞേ. അങ്ങനെ തന്നെ വിചാരിച്ചു. എന്താ സീതേ, നീതു വീട് വിട്ടു പോയെന്ന് കേട്ടു, ശരിയാണോ? അങ്ങനെയൊന്നും ഇല്ല ശാന്തി. പക്ഷേ അവള് ബാഗും തൂക്കി പോന്ന കണ്ടവരുണ്ടല്ലോ. ഞാൻ റേഷൻ വാങ്ങി വരികയായിരുന്നു. ആളുകൾ പറയുന്ന കേട്ടപ്പോ ചോദിച്ചു നോക്കാന്ന് കരുതി. ചോദിച്ചേ കൂടെ നിന്റെ തല്ല് സഹിക്കാതാവോന്ന് പോയിട്ടുണ്ടാവുക. ചോദിക്കാമെന്ന് എന്നെ പറഞ്ഞാ മതി. അതേടി, എന്റെ മകള് വീട് വിട്ട് ഇറങ്ങിപ്പോയി. അവൾ എങ്ങോട്ട് പോയാലും നിനക്കൊന്നുമില്ലല്ലോ. ഒന്ന് പോവാ നോക്ക്.